ഹായ്. ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നോക്കുന്നത്. ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മുടെ ബോഡിയിലുള്ള ഫ്ലൂയിഡുകൾ ഏതൊക്കെയാണ്, അതേപോലെ തന്നെ അത് എങ്ങനെയൊക്കെയാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിന്റെ പ്രോസസ്സുകൾ, ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഓർഗൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ പാർട്സ് ആണുള്ളത്, അല്ലെങ്കിൽ അതിന്റെ കൺട്രോൾ എങ്ങനെയൊക്കെയാണ്, ഈ ഒരു സിസ്റ്റത്തിനെ ബാധിക്കുന്നത് അല്ലെങ്കിൽ ഇത് സർക്കുലേറ്ററി സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യുന്ന ഡിസീസുകൾ ഏതൊക്കെയാണ്, ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനുള്ളത്. അപ്പൊ ബോഡിയിൽ ഒരുപാട് ടൈപ്പ് ഫ്ലൂയിഡ്സ് കാണുന്നുണ്ടെങ്കിലും മെയിൻ ആയിട്ടുള്ള ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നതിൽ ഒന്നാമത്തത് ബ്ലഡും രണ്ടാമത്തത് ലിംഫും ആണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഏറ്റവും ആദ്യം നോക്കാൻ പോകുന്നത് ഈ രണ്ട് ബോഡി ഫ്ലൂയിഡ്സ് എന്തൊക്കെയാണ്, അതിന്റെ കോൺസ്റ്റിറ്റ്യുവൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടാണ് ഈ ബ്ലഡും ലിംഫും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്, ഹൗ ദേ ആർ ഫോംഡ് എന്നുള്ളതൊക്കെയാണ് നമുക്ക് നോക്കേണ്ടത്. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദി കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ബ്ലഡ്. ബ്ലഡ് നമുക്ക് പരിചയമുള്ളതാണ്, റെഡ് കളേർഡ് ആണ്. ഇപ്പൊ ഇതിനുള്ളിൽ എന്തൊക്കെയാണ് സാധനങ്ങൾ ഉള്ളതെന്നൊക്കെയാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ബ്ലഡ് എന്ന് പറയുന്നത് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ചേർന്നുണ്ടാവുന്ന ഒരു ടിഷ്യൂ തന്നെയാണ് ബ്ലഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ബോഡിയിൽ കാണുന്ന ഏക ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് എന്ത്, ബ്ലഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനുള്ളിൽ ഇഷ്ടം പോലെ സെല്ലുകൾ ഉണ്ട്, ആ സെല്ലുകളുടെ മാട്രിക്സുകൾ ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഒരു ഫ്ലൂയിഡ് ഫോമിലാണ് എന്ത് എക്സിസ്റ്റ് ചെയ്യുക, ബ്ലഡ് എക്സിസ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതുപോലെ ഒരു ട്യൂബിനകത്തേക്ക് ബ്ലഡ് എടുത്തു, അതിനെ നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യണം. അതായത് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന ഒരു അപ്പാറ്റസിനകത്തിട്ട് നമ്മൾ നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ രണ്ട് ഭാഗമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും, ബ്ലഡ് സ്പ്ലിറ്റ് ചെയ്യാൻ തുടങ്ങും. ബ്ലഡ് രണ്ട് ഭാഗമായിട്ട് മാറാൻ തുടങ്ങും. കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു താഴെ ഒരു ഭാഗവും ബാക്കി ഒരു യെല്ലോ കളേർഡ് ആയിട്ടുള്ള എന്ത് ചെയ്യും, ഒരു അപ്പർ പോർഷനും കിട്ടും. ഇതിലെ മേലെ പൊങ്ങിക്കിടക്കുന്ന ഈ ഒരു ഭാഗത്തിന് നമ്മൾ വിളിക്കുന്നത് പ്ലാസ്മ എന്നാണ്, ബ്ലഡ് പ്ലാസ്മ. ഇനി നേരെ തിരിച്ച് താഴെ കാണുന്ന ഈ ഒരു പോർഷനുള്ളിലാണ് ബ്ലഡിന്റെ സെല്ലുകളൊക്കെ ഉണ്ടാവുക. ഈ ഒരു പോർഷനെ നമ്മൾ വിളിക്കുക ഫോംഡ് എലമെന്റ്സ് എന്നാണ്, ഫോം എലമെന്റ്സ്. അപ്പോ ഒരു 100 ml ബ്ലഡോ അല്ലെങ്കിൽ ബ്ലഡ് എടുക്കുവാണെങ്കിൽ അതിന്റെ ഒരു 55% എന്തായിരിക്കും ഉണ്ടാവുക, പ്ലാസ്മ ആയിരിക്കും ഉണ്ടാവുക. ബാക്കി 45% എന്തായിരിക്കും ഉണ്ടാവുക, ഈ ഒരു ഫോംഡ് എലമെന്റ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും ഇനി എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. എന്താണ് പ്ലാസ്മ, അതിന്റെ കോൺസ്റ്റിറ്റ്യൂവൻസ് എന്തൊക്കെയാണ്, എന്താണ് ഫോംഡ് എലമെന്റ്സ്, അതിന്റെ പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റാർട്ട് വിത്ത് പ്ലാസ്മ. പ്ലാസ്മ എന്ന് പറയുന്ന ഒരു സ്ട്രോ അല്ലെങ്കിൽ ഒരു യെല്ലോയിഷ് കളേർഡ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ്. അപ്പൊ പ്ലാസ്മയ്ക്ക് മെയിൻ ആയിട്ടും മൂന്ന്, അല്ലെങ്കിൽ പ്ലാസ്മയുടെ കോമ്പണൻസിൽ ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന സാധനം എന്ന് പറയുന്നത് വാട്ടർ ആണ്. നമ്മൾ മൊത്തത്തിലുള്ള പ്ലാസ്മ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഒരു 92% എന്തായിരിക്കും ഉണ്ടാവുക, വാട്ടർ ആണ് ഉണ്ടാവുക. ബാക്കി ഒരു എന്താണ്, ഒരു 6 to 8% പ്ലാസ്മയിലുള്ള മേജർ പ്രോട്ടീൻസിന് നമുക്ക് കാണാൻ പറ്റും. അപ്പോ പ്ലാസ്മയിൽ കാണുന്ന പ്രോട്ടീൻസ് ആയതുകൊണ്ട് തന്നെ വി കോൾ ഇറ്റ് ആസ് പ്ലാസ്മ പ്രോട്ടീൻ. അത് ഏതാണ്ട് ഒരു 6 to 8% ആണ് ഉണ്ടാവുക. പ്ലാസ്മയിൽ കാണുന്നത് മെയിൻ ആയിട്ട് മൂന്ന് ടൈപ്പ് പ്രോട്ടീൻസ് ആണ്. അതിൽ ഒന്നാമത്തെ പ്രോട്ടീനെ നമ്മൾ വിളിക്കുന്നത് ആൽബുമിൻ എന്നാണ്. രണ്ടാമത്തത് ഗ്ലോബുലിൻ ആണ്, ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. മൂന്നാമത്തെന്ന് പറയുന്നത് ഫൈബ്രിനോജനുമാണ്. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ എന്ന് പറയുന്ന മൂന്ന് തരത്തിലുള്ള പ്രോട്ടീനുകളാണ് മെയിൻ ആയിട്ടും പ്ലാസ്മയിലുള്ളത്. ഇതിൽ ആൽബുമിൻ എന്ന് പറയുന്ന പ്രോട്ടീന്റെ മേജർ ജോലി എന്ന് പറയുന്നത് ബ്ലഡിലുള്ള സോൾട്ടിന്റെയും വാട്ടറിന്റെയും ലെവൽ എന്ന് ബാലൻസ് ചെയ്യുക, അതേപോലെ തന്നെ ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു ഓസ്മോട്ടിക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ ആൽബുമിന്റെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ഓസ്മോട്ടിക് ബാലൻസ് എന്നുള്ളതാണ്. രണ്ടാമത്തത് ഗ്ലോബുലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഹെൽപ്പ് ചെയ്യുന്നത് ഡിഫൻസിനകത്താണ്. ബോഡിയുടെ ഉള്ളിലേക്ക് എന്തെങ്കിലും പാത്തോജൻസ് അല്ലെങ്കിൽ ഡിസീസ് കോസ് ചെയ്യുന്ന സാധനങ്ങൾ കയറി കഴിഞ്ഞാൽ അതിനെ കംപ്ലീറ്റ് ഡെസ്ട്രോയ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻ ആണെന്ത്, ഗ്ലോബുലിൻ. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിഫൻസ്. ബോഡിയുടെ ഡിഫൻസിന് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻ ആണെന്ത്, ഗ്ലോബുലിൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഫൈബ്രിനോജൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബ്ലഡ് ക്ലോട്ടിങ്ങിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന പ്രോട്ടീൻ ആണ്. അപ്പോ ഫൈബ്രിനോജൻ ഹെൽപ്പ് ചെയ്യുന്നത് ബ്ലഡ് ക്ലോട്ടിങ്ങിനാണ്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ആ ക്ലോട്ടിങ്ങിനെ പറയുന്ന വാക്ക് എന്ന് പറയുന്നത് കൊയാഗുലേഷൻ എന്നാണ്. കൊയാഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്ന് തന്നെയാണ്. അപ്പൊ ബ്ലഡ് കൊയാഗുലേഷൻ അല്ലെങ്കിൽ ക്ലോട്ടിങ്ങിനെയാണ് ആര് ഹെൽപ്പ് ചെയ്യുക, ഈ ഒരു ഫൈബ്രിനോജൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക. അപ്പോ ബ്ലഡ് പ്ലാസ്മയിൽ ഉണ്ടാകുന്ന മേജർ കോൺസ്റ്റിറ്റ്യൂന്റ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. അതിനുശേഷമാണ് പ്രോട്ടീൻസ് വരിക. പ്രോട്ടീൻസിൽ തന്നെ മൂന്ന് ടൈപ്പ് ഉണ്ട്, ആൽബുമിൻ ഉണ്ട്, ഗ്ലോബുലിൻ ഉണ്ട്, ഫൈബ്രിനോജൻ ഉണ്ട്. ഓരോന്നിന്റെയും ഫംഗ്ഷൻസ് നമ്മൾ കണ്ടു. ഇനി ഇതൊന്നും കൂടാതെ നമുക്ക് വളരെ കുറഞ്ഞ എമൗണ്ടിൽ എന്ത് കാണാൻ പറ്റും, പ്ലാസ്മയുടെ ഉള്ളിൽ മിനറൽസ് കാണാൻ പറ്റും. പ്ലാസ്മയിൽ കാണുന്ന മിനറൽസ് പറഞ്ഞു കഴിഞ്ഞാൽ മിനറൽസ്
അതിൽ മെയിൻ ആയിട്ട് വരുന്ന മിനറൽസ് എന്ന് പറയുന്നത് ഒന്നാമത്തത് കാൽഷ്യം ആണ്, രണ്ടാമത്തത് സോഡിയം വരും, മഗ്നീഷ്യം വരും, അതേപോലെ തന്നെ HCO3- ബൈകാർബണേറ്റ് അയോണുകൾ വരും, ക്ലോറൈഡ് അയോൺസ് വരും. ഇതുപോലെ സാധനങ്ങളെല്ലാം എന്ത് ചെയ്യും നമുക്ക് ബ്ലഡിന്റെ പ്ലാസ്മയിൽ കാണാൻ പറ്റും. ഇത് കൂടാണ്ട് ചില ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് കാണാം, അമിനോ ആസിഡ്സ് കാണാം. ഇത് നമുക്ക് ബ്ലഡിന്റെ പ്ലാസ്മയിലാണ് മെയിൻ ആയിട്ട് കാണുന്നത്. അപ്പോ ബ്ലഡിന്റെ തന്നെ മേജർ കോൺസ്റ്റന്റ് അതായത് ഒരു 55% കാണുന്ന പ്ലാസ്മയാണ്. ആ പ്ലാസ്മയുടെ കോൺസ്റ്റൻസ് നമ്മൾ നോക്കി. ഇനി രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന പ്ലാസ്മയെ കാണാനൊക്കെ ഏതാണ്ട് ഈ ഒരു ഷേപ്പിൽ ഈ ഒരു കളറിലൊക്കെയാണ് ഉണ്ടാവുക എന്ന് വിചാരിക്കുക അല്ലെ. പ്ലാസ്മയിൽ ബ്ലഡ് ക്ലോട്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെ കംപ്ലീറ്റ് നമ്മൾ റിമൂവ് ചെയ്യാന്ന് വിചാരിക്കുക. ബാക്കിയുള്ള പ്ലാസ്മയെ നമ്മൾ വിളിക്കുക സെറം എന്നാണ്. അതായത് പ്ലാസ്മയുടെ ഉള്ളിൽ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ വി കൻ കോൾ ഇറ്റ് ആസ് സെറം. അപ്പൊ സെറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്മ വിത്തൗട്ട് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം വിളിക്കാം. അപ്പോ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഇല്ല, ഇപ്പൊ ഫൈബ്രിനോജൻ ഇല്ല, അതേപോലെ തന്നെ ക്ലോട്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പ്രോട്ടീൻസും സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഇല്ലാത്ത പ്ലാസ്മേനെ നമുക്ക് സെറം എന്ന് വിളിക്കാം. അപ്പൊ ഈ ഒരു പേര് എന്ത് ചെയ്യണം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം. രണ്ടാമത്തെ നമുക്ക് നോക്കാനുള്ളത് ഫോംഡ് എലമെന്റ്സ് ആണ്. ഫോംഡ് എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിന്റെ സെല്ലുകൾ തന്നെയാണ്. മെയിൻ ആയിട്ട് 3 ടൈപ്പ് ഫോംഡ് എലമെന്റ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുക. ഒന്നാമത്തത് എറിത്രോസൈറ്റ്സ് ആണ്. എറിത്രോസൈറ്റ്സ് നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടാവും അല്ലെ. എറിത്രോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെല്ലുകളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എറിത്രോസൈറ്റ്. രണ്ടാമത്തത് ല്യൂക്കോസൈറ്റ്സ് ആണ്. ല്യൂക്കോസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ WBCസിനെ വിളിക്കുന്ന വേറൊരു പേരാണ്. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഫോംഡ് എലമെന്റ് എന്ന് പറയുന്നത് ത്രോംബോസൈറ്റ്സ് ആണ്. ത്രോംബോസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ്സ് ആണ്. പ്ലേറ്റ്ലെറ്റ്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത് ത്രോംബോസൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ 3 ടൈപ്പ് ഫോംഡ് എലമെന്റ്സ് ആണ് ഇവിടെ കാണാൻ മെയിനായിട്ടും ബ്ലഡിൽ കാണുന്നതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ എറിത്രോസൈറ്റ്സ്. ഈ കാണിച്ചിരിക്കുന്ന ഒരു RBCയുടെ ഒരു ഇമേജ് ആണ്. അപ്പൊ RBCയുടെ ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതാണ്ട് ഡിസ്ക് ഷേപ്പ്ഡ് ആണ് RBC എന്ന് പറയുന്നത്. ഒരു ഡിസ്ക് പോലെയാണ്. ആ ഡിസ്കിൽ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്ക് ആണോ? അല്ല, ഈ പറയുന്ന പോലെ ഉള്ളിലേക്ക് കുഴിഞ്ഞിട്ടാണ് കാണുക. ആ ഒരു സ്ട്രക്ചർ നമ്മൾ കോൺകേവ് എന്നല്ലേ വിളിക്കുക. ഇത് ഒരു ഭാഗത്ത് മാത്രമല്ല 2 ഭാഗത്തും കോൺകേവ് ആയിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ഡിസ്ക് ഷേപ്പ്ഡ് ആണ്. അതേപോലെ തന്നെ ബൈകോൺകേവ് ഷേപ്പ്ഡ് ആണെന്ത് RBC എന്ന് പറയുന്നത്. നമ്മളൊരു മില്ലിമീറ്റർ ക്യൂബ് ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ ഏതാണ്ട് 5 to 5.5 മില്യൺ RBCs കാണാൻ പറ്റും. നമുക്ക് ഒരു 5 to 5.5 മില്യൺ RBCs ആണ് പെർ മില്ലിമീറ്റർ ക്യൂബ് ബ്ലഡിൽ കാണാൻ പറ്റുക. അതുകൊണ്ടാണ് ബ്ലഡിനെ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ റെഡ് കളർ കിട്ടുന്നത് അല്ലെ. ഈ RBCs ഇത്രയും ക്വാണ്ടിറ്റി കാണാൻ പറ്റും. അതായത് 5 to 5.5 മില്യൺ ഓളം കാണാൻ പറ്റും ഒരു മില്ലിമീറ്റർ ക്യൂബ് ബ്ലഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. സാധാരണ സെല്ലുകളെ പോലെ അല്ല ഈ RBC എന്ന് പറയുന്നത്. ഇത് നോൺ ന്യൂക്ലിയേറ്റഡ് ആണ്. നോൺ ന്യൂക്ലിയേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഡിവൈഡ് ചെയ്യാനൊന്നുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പൊ RBCs എങ്ങനെയാണ് ഉണ്ടായി വരുന്നത്? ഒരു RBCയിൽ നിന്നല്ല. RBCs ജനറലി ഫോം ചെയ്യുന്നത് ബോൺ മാരോയിൽ വെച്ചിട്ടാണ്. ബോൺ മാരോയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് RBCs ഫോം ചെയ്യുന്നത്. ബോൺ മാരോയിൽ വെച്ച് RBC ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നത് എറിത്രോപോയസിസ് എന്നാണ്. എറിത്രോപോയസിസ്, നത്തിങ് ബട്ട് ദ ഫോർമേഷൻ ഓഫ് RBC. ഇത് ബോൺ മാരോയിലാണ് നടക്കുക. ഇങ്ങനെ ഫോം ചെയ്തിട്ടുള്ള RBCസിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 120 ഡേയ്സ് ആണ്. ഈ ഒരു 120 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ RBCs ഡെസ്ട്രോയിഡ് ആവും. അത് പിന്നെ എന്ത് ചെയ്യില്ല, ഫങ്ഷണൽ ആയിരിക്കില്ല. ഈ RBCs എല്ലാം കൂടെ എന്ത് ചെയ്യും, സ്പ്ലീൻ എന്ന് പറയുന്ന ഓർഗനിൽ പോയിട്ടാണ് എന്ത് ചെയ്യുക, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡീഗ്രേഡ് ചെയ്ത് നശിച്ചു പോവുക. അപ്പൊ അതുകൊണ്ട് തന്നെ സ്പ്ലീൻ എന്ന് പറയുന്ന ഓർഗനെ നമ്മൾ വിളിക്കുന്നത് ഗ്രേവ്യാർഡ് ഓഫ് RBC എന്നാണ്. ഗ്രേവ്യാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശവപ്പറമ്പാണ്. RBCസിന്റെ ശവപ്പറമ്പാണ് എന്ത് സ്പ്ലീൻ എന്നാണ് വിളിക്കുക. കാരണം അവിടെ പോയിട്ടാണ് ഈ പറയുന്നത് എന്ത് ചെയ്യുക, ഈ RBCs എല്ലാം എന്ത് ചെയ്യുക, ഡെസ്ട്രോയിഡ് ആവുന്നത്. അപ്പൊ അത് ഓർത്ത് വെക്കുക. ഗ്രേവ്യാർഡ് ഓഫ് RBC എന്നാണ് ഈ പറയുന്ന സ്പ്ലീനെ നമ്മൾ വിളിക്കുക. RBCക്ക്
റെഡ് കളർ വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണ്? ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉള്ളത് കൊണ്ടാണ്. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് റെഡ് കളേർഡ് ആയിട്ടുള്ള പിഗ്മെന്റ് ആണ്. ഇതിന്റെ മേജർ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഓക്സിജനെ ക്യാരി ചെയ്ത് കൊണ്ടുപോവുക, അതായത് ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഈ ഹീമോഗ്ലോബിന്റെ ജോലി. അതുകൊണ്ട് തന്നെ ആർ ബി സിയുടെ ഫംഗ്ഷനും എന്ത് തന്നെയാണ്? ട്രാൻസ്പോർട്ട് ഓഫ് O2 ആൻഡ് CO2 ആണ് നമുക്ക് ഇവിടെ പറയാം അല്ലെ. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആർ ബി സിയുടെ മെയിൻ ജോലി. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻ ആണ് എന്ത്? ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഹീമോഗ്ലോബിന്റെ അളവ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 12 to 16 ഗ്രാംസോളാണ് പെർ 100 ml ഓഫ് ബ്ലഡ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം? ആർ ബി സി ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഓർത്ത് വെക്കുക. ഷേപ്പ് ഓർത്ത് വെക്കുക, ഇതിന്റെ നമ്പർ ഓർത്ത് വെക്കുക. ഇനി ഗ്രേവിയാർഡ് ഓഫ് ആർ ബി സി എന്ന് പറയുന്നത് ഏത് ഓർഗനെയാന്ന് ഓർത്ത് വെക്കുക. ഹീമോഗ്ലോബിന്റെ അളവും എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നോക്കാനുള്ള WBCs ആണ്, അല്ലെങ്കിൽ ല്യൂക്കോസൈറ്റ്സ്. ആർ ബി സി പോലെയല്ല, അത്രയും ക്വാണ്ടിറ്റി ഒന്നും എന്ത് കാണില്ല? WBCs കാണില്ല. അപ്പൊ WBCs എന്ന് പറഞ്ഞാൽ വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്, അതായത് കളർലെസ് ആണ് ഇവർ. അപ്പൊ ബ്ലഡിൽ കാണുന്ന കളർലെസ് ആയിട്ടുള്ള സെല്ലുകളാണ് എന്ത്? WBCs എന്ന് പറയുന്നത്. ഇതിന് എന്തുണ്ട്? ന്യൂക്ലിയസ് കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വിളിക്കാം? ന്യൂക്ലിയേറ്റഡ് ആണ് ഈ സെൽസ് എന്ന് വിളിക്കാം. ഇതിന്റെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 1 millimeter ക്യൂബ് ബ്ലഡിൽ 6000 to 8000 WBCs വരെയാണ് നമുക്ക് കാണാൻ പറ്റുക. അതായത് 1 millimeter ക്യൂബിൽ ഇവരുടെ പ്രസൻസ് എന്ന് പറയുന്നത് വെറും എത്ര മാത്രമേ ഉള്ളൂ? 6000 മുതൽ 8000 വരെയുള്ളൂ. അപ്പൊ ഇതിനുള്ളിലാണ് എന്ത്? ഇതിന്റെ ഒരു ക്വാണ്ടിറ്റി വരിക. WBCസിന്റെ ചില WBCസിനുള്ളിൽ നോക്കി സെല്ലിന്റെ സൈറ്റോപ്ലാസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഗ്രാന്യൂൾസ് ഉള്ളതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഗ്രാന്യൂൾസ് ഉള്ള WBCs ഉണ്ട്, ഗ്രാന്യൂൾസ് ഇല്ലാത്ത സെല്ലിന്റെ സൈറ്റോപ്ലാസ്റ്റിനുള്ളിൽ ഇതുപോലെ തരിതരി പോലെ ഗ്രാന്യൂൾസ് കാണാൻ പറ്റാത്ത സെല്ലുകളുണ്ട്. അതുകൊണ്ട് തന്നെ WBCസിനെ നമ്മൾ രണ്ട് കാറ്റഗറീസ് ആയിട്ട് തിരിക്കുന്നു. ഒന്നാമത്തത് ഗ്രാനുലോസൈറ്റ് എന്നും രണ്ടാമത്തത് അഗ്രാനുലോസൈറ്റ് എന്നും തിരിക്കാം. സൈറ്റ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം സെൽ എന്നാണ്. അപ്പൊ ഗ്രാന്യൂൾസ് ഉള്ള സെല്ലുകളാണ് എന്ത്? ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയുന്നത്. അഗ്രാനുലോസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽസ് വിത്തൗട്ട് ഗ്രാന്യൂൾസ് എന്ന് നമുക്ക് വിളിക്കാം അല്ലെ. ഗ്രാനുലോസൈറ്റ്സ് 3 ടൈപ്പ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഈസിനോഫിൽ, സെക്കൻഡ് വൺ ഈസ് ബേസോഫിൽ, തേർഡ് വൺ ഈസ് ന്യൂട്രോഫിൽ. അപ്പൊ 3 ടൈപ്പ് ഗ്രാനുലോസൈറ്റ്സ് ആണുള്ളത്. ഈസിനോഫിൽ എന്ന് പറയുന്നത് 2 to 3% ആണ് എന്ത് ചെയ്യുക? നമ്മുടെ ബ്ലഡിൽ കാണുന്നത്. ഇനി പറയുന്ന ഈസിനോഫിലിന്റെ മേജർ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസിനെ റെസിസ്റ്റ് ചെയ്യുക, അതേപോലെ തന്നെ അലർജിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് എന്ത്? ഈസിനോഫിലിന്റെ ജോലി. ഓക്കെ, രണ്ടാമത്തത് ബേസോഫിൽ ആണ്. ബേസോഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ WBCസിൽ തന്നെ വളരെ കുറവ് കാണുന്ന സെല്ലുകളാണ് ബേസോഫിൽസ്. 0.5 to 1% ഒക്കെയാണ് ഇതിന്റെ ഒരു അല്ലെങ്കിൽ ഒക്കറൻസ് എന്ന് പറയുന്നത്. ഹിസ്റ്റമിൻ, സെറോട്ടോണിൻ, ഹെപ്പാരിൻ പോലെയുള്ള കെമിക്കൽസ് റിലീസ് ചെയ്യുക, അതേപോലെ തന്നെ ഇൻഫ്ലമേഷൻ, വീക്കം ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് ഇവരുടെ മേജർ ജോലി. ഇനി മൂന്നാമത്തെ ന്യൂട്രോഫില്ലാണ്. ന്യൂട്രോഫില്ലാണ് ഏറ്റവും കൂടുതൽ കാണുന്ന WBC. അതായത് 60 to 65% എന്താണ്? ന്യൂട്രോഫിൽസ് ആണ് ഉണ്ടാവുക. ഇവരുടെ മേജർ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയുടെ ഉള്ളിലേക്ക് ഏതെങ്കിലും പാത്തോജൻസ്, രോഗം ഉണ്ടാക്കുന്ന കീടാണുക്കളൊക്കെ കയറി കഴിഞ്ഞാല് അതിനെ വിഴുങ്ങി നശിപ്പിക്കുക, അതായത് ഫാഗോസൈറ്റോസിസ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത് അഗ്രാനുലോസൈറ്റ്സിനകത്ത് വരുന്ന മോണോസൈറ്റും ലിംഫോസൈറ്റുമാണ്. മോണോസൈറ്റ് കാണുന്നത് 6 to 8% ആണ്. അതിന്റെ ജോലിയും ഫാഗോസൈറ്റോസിസ് തന്നെയാണ്. ലിംഫോസൈറ്റ് 20 to 25% ആണ് കാണുക. ഇമ്മ്യൂൺ റെസ്പോൺസിനകത്താണ്, അതായത് എന്താണ്? ബോഡിയിലെ വൈറസ് അറ്റാക്ക് ചെയ്ത സെല്ലുകളെ നശിപ്പിക്കുക, ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കുക, ഇതൊക്കെയാണ് ഈ പറഞ്ഞ ലിംഫോസൈറ്റുകളുടെ ചില ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻസ്. അപ്പൊ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? മൊത്തത്തിൽ ഓർത്ത് വയ്ക്കാം. ലിംഫോസൈറ്റുകൾ 2 തരത്തിലുണ്ട്, ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും. അപ്പൊ ഗ്രാനുലോസൈറ്റുകൾ ഏതൊക്കെയാണ്? ഗ്രാനുലോസൈറ്റുകൾ ഏതൊക്കെയാണ്? അതിന്റെ മേജർ ഫംഗ്ഷൻസ് എന്താണ്? പെർസെന്റേജ് എത്രയാണെന്നുള്ളത് ഓർത്ത് വെക്കണം, എക്സാമിന് ചോദിക്കാറ്. ത്രോംബോസൈറ്റ്സ് അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ് മൂന്നാമത്തെ ടൈപ്പാണ്. ആക്ച്വലി ഇവരൊരു സെല്ലുകളാണെന്ന്, ഒരു ആക്ച്വൽ സെല്ലാണെന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. ദേ ആർ സെൽ ഫ്രാഗ്മെന്റ്. അവര് സെല്ലിന്റെ ഫ്രാഗ്മെന്റുകളാണ്, അതായത് സെല്ല് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിട്ടാണ് ഇത് വരുന്നത്. അപ്പോ മെഗാകാരിയോസൈറ്റുകൾ എന്ന് പറയുന്ന വലിയ സെല്ലുകളുണ്ട്. ആ സെല്ല് ബ്രേക്ക് ചെയ്തുണ്ടാവുന്ന സെൽ ഫ്രാഗ്മെന്റുകളാണ് എന്ത്?
ത്രോംബോസൈറ്റ്സ് അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു അളവ് എന്ന് പറയുന്നത് 1.5 ലാക്ക് മുതൽ 3 ലാക്ക് വരെയാണ് 1 മില്ലിമീറ്റർ ക്യൂബ് ബ്ലഡിൽ കാണുക. ഇനി ഇവരുടെ മേജർ ജോലി എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ ബ്ലഡ് കോയാഗുലേഷന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇത് സെൽ ഫ്രാഗ്മെന്റുകളാണ്. ദേ ആർ ഫോംഡ് ഫ്രം മെഗാ കാരിയോസൈറ്റ്സ്. അതിനകത്ത് 1.5 ലാക്ക് മുതൽ 3 ലാക്ക് വരെയാണ് 1 മില്ലിമീറ്റർ ക്യൂബ് ബ്ലഡിൽ ഇതിന്റെ ഒരു പെർസെന്റേജ് ഓഫ് ഒക്കറൻസ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു അളവ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ മേജർ ജോലി എന്ന് പറയുന്നത് ബ്ലഡ് കൊയാഗുലേഷന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ബ്ലഡ് കോമ്പണൻസ് അല്ലെങ്കിൽ ബ്ലഡിന്റെ കോൺസ്റ്റിറ്റ്യൂവൻസ് എന്ന് പറയുന്നത്. സോ വി ഡിവൈഡഡ് ദി ബ്ലഡ് ഇൻ ടു കാറ്റഗറി അല്ലെങ്കിൽ 2 പാർട്സ്, പ്ലാസ്മ ആൻഡ് ഫോംഡ് എലമെന്റ്സ്. പ്ലാസ്മയിലെ കോമ്പണൻസ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. അതിനകത്ത് 3 പ്ലാസ്മ പ്രോട്ടീൻസ് പറഞ്ഞു. അതേപോലെ തന്നെ ബ്ലഡിന്റെ ഫോംഡ് എലമെന്റ്സിനെ പറ്റി പറഞ്ഞു. 3 ടൈപ്പ് ഫോംഡ് എലമെന്റ്സ് ആണുള്ളത്: എറിത്രോസൈറ്റ്സ്, ല്യൂക്കോസൈറ്റ്സ് ആൻഡ് ത്രോംബോസൈറ്റ്സ്. അതിൽ WBCസിനെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തു. അതിൽ ഗ്രാനുലോസൈറ്റ് എന്നും അഗ്രാനുലോസൈറ്റ് എന്നും. ഇത് ഓർത്ത് വെക്കാൻ ചെറിയൊരു എളുപ്പവഴിയുണ്ട്. അപ്പൊ എക്സാമിന് ചോദിക്കും വാട്ട് ആർ ഗ്രാനുലോസൈറ്റ്സ് ആൻഡ് വാട്ട് ആർ അഗ്രാനുലോസൈറ്റ്സ് എന്ന് ചോദിക്കും. നിങ്ങൾ ഇവിടെ ഫിൽസ് എന്ന് പറഞ്ഞ 3 പേരുകൾ കണ്ടോ? ഈസിനോഫിൽ, ബേസോഫിൽ, ന്യൂട്രോഫിൽ അല്ലെ? അപ്പോ ഫിൽസ് ആർ, ഞാൻ ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്: ഫിൽസ് ആർ ഫിൽഡ് വിത്ത് ഗ്രാന്യൂൾസ് എന്ന് ഓർത്ത് വയ്ക്കുക. ഫില്ലുകള് ഫിൽഡ് വിത്ത് ഗ്രാന്യൂൾസ് ആണ്. അപ്പൊ ഈ 3 ഫിൽസും ഏതിലാണ് വരിക? ഗ്രാനുലോസൈറ്റ്സിലാണ്. രണ്ടെണ്ണം ഓഫ് കോഴ്സ് അപ്പൊ എന്തിലായിരിക്കും വരിക? ഗ്രാനുലോസൈറ്റിലായിരിക്കും വരിക. ഇത് ഓർത്ത് വയ്ക്കും. ഇത്രയേ ഉള്ളൂ ബ്ലഡിന്റെ കോൺസ്റ്റിറ്റ്യൂവൻസിനെ പറ്റി നമുക്ക് പഠിക്കാറുണ്ട്.